ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കുള്ളതാണ് ഈ പറയുന്ന അൾട്ടിമേറ്റ് സക്സസ്. ഇത് ചുമ്മാ കേട്ടു പോകാനുള്ളതല്ല. ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടാവും ഓരോരുത്തരും ബുക്ക് ഷേർലി ചങ്ങനാശ്ശേരി അല്ലെ, ബുക്കും പേനെടുത്ത് റെഡി ആയിരിക്കുക. സർ പറയൂ സർ, ഞാൻ എഴുതാൻ റെഡിയാണ്. ലിറ്റി അഭിലാഷ് പേനയും ബുക്ക് റെഡി ആയിരിക്കുകയാണ്. ഷിബി ബിനോ അല്ലെ, ഇവരുടെ കയ്യിലൊക്കെ നമ്മുടെ രാധാകൃഷ്ണ മാഷായിരുന്നു, റിട്ടയർ ചെയ്തു. ഇന്ന് 72 വയസ്സായിട്ടും ബുക്കും പേനെടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. തങ്കമ്മ മാഡം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ റിട്ടയർ ചെയ്ത വ്യക്തിയാണ്, ബുക്കും പേനെടുത്ത് റെഡി ആയിരിക്കുകയാണ്. പറയൂ സാർ ഇന്നത്തെ കാര്യം പറയൂ. നസീമ പാലക്കാട് പേന വെച്ച് കുത്തിപ്പിടിച്ച് പറയൂ സാർ ഇന്നത്തെ കാര്യങ്ങൾ, ഞങ്ങൾ എഴുതട്ടെ അല്ലെ, അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാവരും പേരെടുത്ത് വിളിക്കുന്നില്ല കേട്ടോ, എനിക്കറിയാം എല്ലാവരുടെ കയ്യിലും ബുക്കും പേനൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കണ കാര്യങ്ങൾ എഴുതി പഠിച്ച് മുന്നോട്ട് പോയാൽ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പലതും വീണ്ടെടുക്കാനുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോണത്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെത്താൻ കാരണം എന്തുകൊണ്ടായിരിക്കും അല്ലെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാനുണ്ടായ സാഹചര്യം. നമ്മൾ പറഞ്ഞു ചെറുപ്പത്തിലെ തന്നെ നമുക്ക് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ടീച്ചേഴ്സും എല്ലാം പറഞ്ഞു വേഗം നല്ലോണം പഠിക്കണുണ്ടോ, പഠിച്ചിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ പറഞ്ഞു നമ്മളെടുത്തു അല്ലെ. അപ്പൊ അതില് 89% ആളുകളും ആ ജോലിക്ക് പോയപ്പോൾ അതിൽ ഒരു കാര്യമാണ് നമ്മളോട് ഉറപ്പ് പറഞ്ഞത്. എന്തായിരുന്നു? എല്ലാ മാസവും പഠിച്ച് നല്ലോണം പഠിച്ച് ജോലിക്ക് പോയാൽ എല്ലാ മാസവും ശമ്പളം കിട്ടും അല്ലെ. ആ ശമ്പളത്തിന് വേണ്ടി പഠിക്കാൻ നമ്മളെടുത്ത് പറഞ്ഞു. നമ്മളത് ചെയ്തു. കുറെ പേര് ഗവൺമെന്റ് എംപ്ലോയീസ് ആയി, കുറെ പേര് സാധാ എംപ്ലോയീസ് ആയി അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഇരിക്കുന്നതിൽ ഓരോരുത്തരും ഇന്നലെ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിലേക്ക് ഞാൻ ഒന്ന് പോവുകയാണ്. ഇതില് എവിടെയോ ഒന്നിലും നമ്മൾ സ്റ്റക്ക് ആയിപ്പോയി അല്ലെ. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും ആദ്യത്തെ സെർട്ടനിറ്റി, ഇന്നലെ പേനം ബുക്കില്ലാത്ത എഴുതി വെച്ചോ. സെർട്ടനിറ്റി എന്താണ്? സെർട്ടനിറ്റി എന്ന് വെച്ചാൽ ഉറപ്പ്. എന്താണ്? എനിക്ക് എല്ലാ മാസം മുടങ്ങാതെ കുറച്ചായാലും കുഴപ്പമില്ല ശമ്പളം കിട്ടണം. എനിക്ക് എല്ലാ മാസവും മുടങ്ങാതെ കുറച്ചായാലും ഒരു ശമ്പളം കിട്ടണം. അതിനു വേണ്ടി നമ്മൾ പഠിച്ചു, അത് കിട്ടുകയും ചെയ്തു. പക്ഷേ അവിടെ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കിയില്ല. ഇതുകൊണ്ട് ഞാൻ ഇനി എന്ത് നേടാനാണ്? ഈ കിട്ടുന്ന സാലറി കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ചില്ല അല്ലെ. അത് നമ്മൾക്കൊട്ട് മനസ്സിലായില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് പ്രോഗ്രാമിൽ ഒരുപാട് എംപ്ലോയീസ് റിട്ടയർ ആയവര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഷീല ചിറ്റലപ്പള്ളി, ഞാൻ ഈ പറഞ്ഞതിനോട് ഷീല മാഡം യോജിക്കുന്നുണ്ടോ? അതായത് എന്തുകൊണ്ടാണ് നിങ്ങളൊരു എംപ്ലോയി ആയി ഒരു GST ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തു, എന്നിട്ട് എന്ത് കാരണത്താലാണ് നിങ്ങൾ ആ ജോലിക്ക് പോകാനുണ്ടായ സാഹചര്യം? ജോലിക്ക് പോയിട്ട് നിങ്ങൾ ഇപ്പൊ എന്തായി? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഗുഡ് മോർണിംഗ് ഓൾ. സാർ, എന്നെ സംബന്ധിച്ച് ചെറുപ്പകാലങ്ങളിൽ എന്നെ ഒരു മാതാപിതാക്കൾ പറഞ്ഞത് ഗവൺമെന്റ് ഒരു ജോലി കിട്ടണം, പഠിച്ചൊരു ജോലി നേടണം എന്നാണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. 18-ാം വയസ്സിൽ തൊട്ട് തന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ജോലി എനിക്ക് സ്വന്തമാക്കാൻ പറ്റി. സത്യത്തിൽ ആ ഒരു ചെറിയ അന്ന് തൊട്ടുള്ള ആ ഒരു വരുമാനം കൊണ്ട് നമുക്ക് അന്ന് ആരും ഒരു സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മളെ പഠിപ്പിച്ചിരുന്നില്ല. സത്യത്തിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇപ്പോ വലിയൊരു രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. പക്ഷെ അത് കൂടുതലായി എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ റിട്ടയർ ചെയ്ത് സാർ ഈ ജസ്റ്റ് പെയ്ഡിൽ വന്നതിന് ശേഷമാണ്. സാർ പറഞ്ഞിട്ടാണ് ആ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ആ ഒരു ഇത് എന്നിലേക്ക് വന്നത്. അതാണ് സാർ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ. ഷീല മാഡം, ഇപ്പൊ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പൊ സത്യം പറഞ്ഞ ബിഗ് സീറോ ആണ് സാറേ. യെസ്. ഇനി എത്ര വർഷം മുന്നോട്ട് പോകാനുണ്ട്? അതായത് ജീവിതത്തിലെ നല്ലൊരു സമയം നമ്മൾ കളഞ്ഞു അല്ലെ, നല്ലൊരു സമയം. അപ്പൊ ഇവിടെയാണ് സെർട്ടനിറ്റി അല്ലെ. ഇപ്പൊ നമ്മൾ പഠിച്ച സെർട്ടനിറ്റിക്ക് ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഷീല മാഡം അല്ലെ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതിൽ എവിടെയാണ്? സെർട്ടനിറ്റി ആണോ? യെസ് ആയിരുന്നു.
അല്ലെ? എനിക്ക് പറ്റിയ തെറ്റ് ആ മാസം മുടങ്ങാതെ കിട്ടുന്ന ഒരു സാലറിക്ക് വേണ്ടി ഞാൻ അഹോരാത്രം പഠിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു, ജോലി കിട്ടി. ആ കിട്ടുന്ന സാലറിയിൽ എനിക്ക് അതിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ 1,00,000 അടുത്ത് സാലറി വാങ്ങിയിരുന്ന ഒരു മേഡമാണ് ഷീല മേഡം. പക്ഷെ ഇപ്പോഴും പെൻഷനുണ്ട്. പക്ഷെ എന്താ കാര്യം? അതിൽ നിന്ന് ഈ ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനോ ജീവിതം സെറ്റായി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. അല്ലേ? ഇതാണ് ഒന്നാമത്തെ വിഭാഗം. ഇതിൽ കുറച്ച് പേരുണ്ട്, നിങ്ങൾ അടയാളപ്പെടുത്തിക്കോ. നിങ്ങളുടെ ജീവിതം ഒരു സെർട്ടനിറ്റി, ഉറപ്പിന് വേണ്ടി എനിക്ക് മാസം മുടങ്ങാതെ ശമ്പളം കിട്ടണം. ആ ഇപ്പൊ രാജേഷ് കുമാർ ബഹ്റൈനിൽ നിന്ന് കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നാട്ടിൽ വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ എന്താണ്? മാസം മുടങ്ങാതെ ശമ്പളം കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇപ്പൊ ഗൾഫിൽ പോയിട്ട് നിൽക്കുകയാണ്. അല്ലെ? മക്കളെയും ഭാര്യയൊക്കെ ഒരു പിരിഞ്ഞുകൊണ്ട് ഗൾഫിൽ പോയിട്ട് ഏകാന്തവാസം. അല്ലെ? ഒന്ന് നോക്കി. എന്തിനാ? സെർട്ടനിറ്റി. എല്ലാ മാസം മുടങ്ങാതെ ശമ്പളം കിട്ടണം. കാരണം നാട്ടിൽ ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പില്ല. അപ്പൊ എന്ത് ചെയ്തു? നിവൃത്തിയില്ല. വീട്ടിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എല്ലാ മാസം മുടങ്ങാതെ ശമ്പളം കിട്ടണം. ഇവിടെ ഇരിക്കുന്ന വിവേക് എനിക്ക് തോന്നുന്നു ഒരു സെർട്ടനിറ്റി ആളായിരുന്നു. അല്ലെ? വിവേക് എന്തുകൊണ്ടാണ് ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം? കാരണം ഒരു നിശ്ചിതമായിട്ടുള്ളൊരു തുക നമുക്ക് എല്ലാ മാസവും കിട്ടും. അപ്പൊ നമുക്കൊരു അഷ്യൂരിറ്റി ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ മാസം ഇത്ര എമൗണ്ട് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. യെസ് വിവേക്, ഇതിന് ഞാൻ പറയും ഭീരുത്വമാണെന്ന് പറയുള്ളൂ. തീർച്ചയായിട്ടും അല്ലെ? ഭീരുത്വം. കാരണം നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസമില്ലാത്ത കാരണം ഒരു ജോലിക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, കിട്ടുന്ന ശമ്പളം. അല്ലെ? വിവേക്, 19ാമത്തെ വയസ്സിൽ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാ. ഞാൻ വിവേകിന്റെ പോലെ ചിന്തിച്ചിരുന്നെങ്കിലോ? തീർച്ചയായിട്ടും സാർ. കാരണം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വീട്ടുകാരാണെങ്കിലും പറയും, പഠിച്ച് ജോലി മേടിക്കുക. ആ ഒരു പ്രോസസ്സ് നമ്മുടെ തലയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് മറ്റൊരു കാര്യം ചെയ്യാനുള്ളൊരു ധൈര്യം ഇല്ലാതായി പോയി. യെസ്, ധൈര്യമില്ലാണ്ടായി പോയി. അല്ലെ? വെറുതെ ചെന്ന് ഉള്ള കാശ് കൊണ്ട് കളയണ്ട. അല്ലെ? റിസ്ക് എടുക്കണ്ട, അറിയാത്ത പണി ചെയ്യണ്ട. അല്ലെ? അപ്പൊ നമ്മളവിടെ ഒരു ഭീരുവിനെ പോലെ എന്ത് ചെയ്തു? ആരുടെയോ കീഴിൽ ജോലിക്ക് പോയി. അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ജോലിക്ക് ഇപ്പൊ വിവേകിനെ സംബന്ധിച്ച് ജോലിക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അതേസമയം ഷീലാമേടാണെങ്കിലോ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം. അപ്പൊ നമുക്ക് 2 സ്റ്റേജിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. അല്ലെ? വിവേക് ഒരു 25th നിൽക്കുന്ന വിവേകും, അതോടൊപ്പം തന്നെ ഗൗതമിന് ജോലി കിട്ടിയിട്ട് ജോലിക്ക് പോയില്ല. വൈ? യെസ് സാറേ, അത് വിവേകേട്ടൻ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി നിശ്ചിത സാലറി ഒതുങ്ങി നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. യെസ് ഗൗതം, അപ്പൊ നമ്മൾ എന്ത് വേണം ഇനി? എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മളൊരു ബിസിനസ് പഠിക്കുമ്പോൾ ആ ബിസിനസിനെ കുറിച്ച് 3 കൊല്ലമെങ്കിലും പഠിക്കാതെ ആ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോഴത്തെ പ്രശ്നം എന്താ?